ഹായ് ഹലോ. ഇന്ന് ആരൊക്കെയാണ് എവിക്റ്റ് ചെയ്യാൻ എവിക്ഷനിൽ വരുന്നത് ഞാൻ പറയട്ടെ. ഇപ്പോൾ നിങ്ങളായിരിക്കും ഇവൻ എന്ത് മേങ്ങത്തിലാണ് ഈ പറയുന്നത്. ഓൾറെഡി അവൻ എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവൻ നമ്മളടുത്ത് എവിക്ഷൻ ആരാ പറയട്ടെ. എനിക്കറിയാവില്ലൂടെയല്ലേ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. കഴിഞ്ഞ സീസൺ 5 കഴിഞ്ഞ കണ്ടസ്റ്റൻസ് ആയ രണ്ടുപേരെ കൊണ്ടുവന്നു, സെറീന നാദിറ ജഡ്ജസ് ആയിട്ട് കൊണ്ടു നിർത്തിയേക്കാണ്. അവരെ രണ്ടുപേരെയും കൊണ്ടു നിർത്തിയിട്ട് കസേര തല തിരിച്ചെടുത്തേക്ക്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനോട് ചോദ്യം, ഇത് ആരാന്നറിയാമോ? അവര് അപ്പം തന്നെ ഓസ്കാർ ലെവലിൽ അഭിനയം. അറിയത്തില്ല. ആരാ ആരാ എന്തോ അഭിനയോട് എൻ്റെ പൊന്നോ, ഓസ്കാർ കൊടുക്കണം, ഓസ്കാർ. എന്തൊക്കെ നാടകങ്ങളാണ്. അവരുടെ മുന്നിൽ കൂടെ അല്ലേ അവർ വന്ന് അവിടെ ഇരുന്ന് തിരിഞ്ഞിരിക്കുന്നതും കാര്യങ്ങൾ. നമ്മളെന്ത് പൊട്ടന്മാരായിരുന്നു അവിടെ. ഇതിൻ്റെ എഡിറ്ററിന് ഒരു കുതിരപ്പോകം കൊടുക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡുമായിട്ടും പറയുന്നുണ്ട്, ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലാണ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരെ സേഫ് സോണിൽ കാണിക്കുന്നുണ്ട്. ആ സിംഗിൾ സീൻ കാണിച്ച് നെക്സ്റ്റ് സീൻ റനീഷയുടെ ഫേസ് കാണിക്കുന്നു. മൂന്നാമത്തെ സീനിൽ ഈ സേഫ് സോണിൽ ഇരുന്ന ആൾക്കാർ ഔട്ട് ഹൗസിലിരിക്കുന്നു. സേഫ് സോണിൽ ഇരുന്ന 3 പേര്. അതെങ്ങനെ വന്ന്, ഏത് ടാസ്കിൻ്റെ ബേസിലാണ് വന്നേക്കുന്നത്? ഒരു ക്ലൂ ഇല്ല. എന്നിട്ട് അവരെ അവിടെ നിന്ന് പിടിച്ചിട്ടാണ് ഈ ഔട്ട് ഹൗസിൽ നിന്ന് പിടിച്ചിടുന്നത്. എടേ, സംഭവം ഇത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ, രാകേഷ്, ലോലിറ്റ, അളകനന്ദ, അഫിയാൻസ്, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഏഷ്യാനെറ്റിൻ്റെ ഫേവറേറ്റുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം, അവരെ ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തണം. അതിനുവേണ്ടി മാത്രമാണ് തെലുങ്കിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് ഈ ഷോ ഇപ്പം ഇവിടെ നടത്തുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ അവർ ആദ്യമേ കയറി വന്നാൽ അവർക്ക് ആർക്കും വോട്ട് ചെയ്തില്ലെന്ന് അറിയാം. അങ്ങനെ അവരെ കയറ്റി വിടാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം. അവരെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. കാരണം ഇവർ ഉദ്ദേശിക്കുന്ന ആൾ ഈ എവിക്ഷന് വന്നില്ലെന്ന് വെച്ചോ, അവർ അപ്പം തന്നെ ജഡ്ജസ് ഒരു പ്ലാൻ, ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിനെ ഞങ്ങൾ പെർഫോമിൽ ഞങ്ങൾ ഒരാളിനെ ഇടുക പറഞ്ഞിട്ട് ഈ സേഫ് സോണിലിരിക്കുന്ന അവർക്ക് ഇന്ന് പോകേണ്ട ഒരാളിനെ അല്ലെങ്കിൽ ഔട്ട് ഹൗസിൽ നിന്ന് വരേണ്ട ഒരാളിനെ ഈ സേഫ് സോണിൽ നിന്ന് ഒരു കാരണവും കൂടാതെ ഒക്കെ എടുത്ത് പുറത്തിടും. എന്തിനാ? എന്നിട്ട് ഔട്ട് ഹൗസ് ഇരിക്കുന്ന ഒരാളെ സേവ് എന്ന് പറഞ്ഞിട്ട് സേവ് ആക്കി സേഫ് സോണിൽ കൊണ്ടിരുത്തും. അതിൻ്റെ ആവശ്യം തിരിക്കുന്നു. അവർ ഒരു ടാസ്ക് ചെയ്ത് ആ ടാസ്കിൽ ഒരു കോമൺ അഭിപ്രായം, മെജോറിറ്റി അഭിപ്രായങ്ങൾ മാനിച്ചാണ് അവർ ഔട്ട് ഹൗസിൽ വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ മെജോറിറ്റിയിൽ അഭിപ്രായങ്ങൾ മാനിച്ച് സേഫ് സോണിൽ വരുന്നുണ്ട്. അപ്പോൾ സേഫ് സോണിൽ വന്നിരിക്കുന്ന ആൾക്കാരെ പിന്നെ വീണ്ടും ഇവരെ കൊണ്ടുവന്ന് ഔട്ട് ഹൗസിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ടാസ്ക് നടത്തി ഔട്ട് ഹൗസ് സേഫ് സോൺ എന്ന് പറഞ്ഞിട്ട് തിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഒരു ജാട കാണിക്കാൻ കയ്യിൽ മറ്റേ സ്വെറ്റിങ് ഉടയ്ക്കുന്ന ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് അവിടെ കൊണ്ടിരുത്തി ലേബൽ അടിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തില്ല, ബ്ലോക്ക് വഴിയെ പോലെ ലേബൽ അടിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തേണ്ട ഒരു ആവശ്യമില്ല. ഉണ്ടോ? എന്നാൽ പിന്നെ അവർ ജഡ്ജസ് തന്നെ തീരുമാനിച്ചു ഇന്ന ആൾക്കാർ ഇന്ന് എലിമിനേഷൻ ആവാൻ പോകുന്നുണ്ട്, ഇത്ര പേര് നിൽക്കുക, ഇത്ര പേര് നമ്മൾ ചൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് വിട്ടാൽ പോരെ. ഇതിനകത്ത് മരവാഴ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുന്നത് മരവാഴയായിട്ട് നിൽക്കുന്ന ശ്യാം. ഞാൻ ആദ്യം തന്നെ പറയുവാണ്, ശ്യാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, മരവാഴയാണ്. അവൻ ഇന്നും എവിക്റ്റ് ആയില്ല. അവന് ചാൻസ് ഓരോട്ടോടെ തരുവാണ്. ഞാൻ നിന്നെ ഇനിയും കാണുവാണെങ്കിൽ നിന്നെ പറഞ്ഞ് വീട്ടിൽ വിടുമെന്ന് വാണിംഗ് കൊടുത്തു വിടുന്നത്. എന്ത് കാര്യത്തിന്? അവരുടെ മറ്റുള്ളവരും കൊടുക്കണ്ടേ വാണിംഗ്? സത്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോസിന്റെ ഇത് വെച്ച് പറയുവാണെങ്കിൽ അവൻ ഒരു മരവാഴാനാണ്. ഒരു യൂസും ഇല്ല. ഇന്ന് ഒരു ടാസ്കിൽ എങ്ങും ഒരു വോയിസ് ഒരു ടാസ്ക് കൊടുത്ത് സംസാരിക്കാൻ പോലും അവന് പറ്റുന്നില്ല. അവനെ ഇവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താ വ്യാഖ്യാനിക്കണ്ടേ? പിന്നെ കൂടെ തന്നെ എഡിറ്റർ എന്തൊക്കെയോ ചെയ്ത് എവിടേക്കോ വെക്കുന്നത്. ഇത് അവനെക്കാട്ടി നല്ലല്ലോ ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ ഇതിൽ വീഡിയോ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. നമുക്ക് എഡിറ്റിംഗ് തരത്തില്ല, പക്ഷെ അറിയാവുന്ന പോലെ ഞാൻ ചെയ്തു തരുന്നില്ലേ. എൻ്റെ അത്ര ബോധം പോലും ഇല്ലാത്ത ഒരുത്തനാണ് അവിടെ ഏഷ്യാനെറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തേക്കുന്നത് തോന്നുന്നു. എനിവേ, നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. വാ. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16 കണ്ടസ്റ്റൻസ് വെച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ വിഷയം കഴിയുമ്പോൾ ഇത് 16 പേരായി. ആദ്യം തന്നെ 2 മരക്കുറ്റികളെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സെറീനയും നാദിറയാണ്. നാദിറ പണ്ടത്തെ പോലെ തന്നെ വാ തുറന്ന ചളി കോമഡി അല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. കോമഡി ആണെന്നാണ് പുള്ളിക്കാരുടെ ധാരണ, ചളിയാണെന്ന് നമുക്കറിയാം. എനിവേ, പക്ഷേ കേട്ടിരിക്കാം, നമുക്ക് ചിരിക്കാൻ തോന്നും. അങ്ങനത്തെ സംഭവങ്ങളാണ് ചളിയാണെങ്കിലും. നാദിറയുടെ ഒരു പ്രത്യേക ഒരു ട്യൂണൊക്കെ ഉണ്ടല്ലോ, സംസാരിക്കുമ്പം ഒരു സ്ലാങ്ങിൻ്റെ ഒരു ട്യൂണൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് അന്നും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. വെറുപ്പീരൊന്നും ഇല്ലാത്ത, അന്നും വെറുപ്പിച്ചിട്ടില്ല, ഇപ്പോഴും വെറുപ്പിച്ചിട്ടില്ല, ഇന്നും വെറുപ്പിച്ചില്ല, അങ്ങനത്തെ ഒരാൾ. അതിനുശേഷം നമ്മുടെ മാസ്ക് ഓഫ് എൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്നത്തോടുകൂടി ഈ കലാപരിപാടി അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വളരെ നന്നായി. ഇത് എന്നേ അവസാനിപ്പിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. ഇന്നെങ്കിലും അവസാനിപ്പിക്കാൻ തോന്നിയത് വളരെ നന്നായി. ആദ്യം തന്നെ വിളിച്ചത് പ്രണവിനെയാണ്. പ്രണവിന് കൊടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിനിമയെ പറ്റിയാണ്. സിനിമ. അപ്പോൾ പ്രണവിന് സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സിനിമയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആനയാണ് തേങ്ങയാണ്, അതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്തില്ല. കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആർക്കും എൻ്റെ അത്ര പാഷൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറേ പ്രൊഡക്ഷൻ ചെയ്ത് അവിടെ ഷോർട്ട് ഫിലിമൊക്കെ പിടിച്ചു, അതൊക്കെ പബ്ലിഷ് ചെയ്തു. അങ്ങനെ സിനിമ എടുക്കണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് കുറേ തള്ളെല്ലാം കഴിഞ്ഞു. എന്തൊക്കെയോ എവിടേക്കോ എന്തിനോ വേണ്ടി സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ട് അവൻ്റെ പാട്ടിന് പോയി. ആദ്യത്തെ ടോപ്പിക്ക് മാത്രം കറക്റ്റായിട്ടൊന്ന് കേൾപ്പിച്ചു. രണ്ടാമത് വിളിക്കുന്നത് സോനയാണ്. സോനയ്ക്ക് ധൈര്യം അല്ലെങ്കിൽ കറേജ്, ഇതായിരുന്നു ടോപ്പിക്ക്. പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് മുസ്ലിമും പുള്ളിക്കാരത്തി ക്രിസ്ത്യനും ആയിരുന്നു. അപ്പം അവിടെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷം പ്രഗ്നൻ്റ് ആയ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ഫിസിക്കൽ അബ്യൂസ്, അറ്റാക്സ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്.
അങ്ങനത്തെ കുറേ ടീമുകളുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ പിടിച്ച് നല്ല പെട കൊടുക്കണം. ഇങ്ങനെ കുറേ കുറേ ജാതി വെറി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ ഇതിനെയൊക്കെ ചത്ത് കഴിഞ്ഞാൽ ഈ ആറടി മണ്ണിലോട്ടേ പോകത്തുള്ളൂ. മണ്ണിൽ തന്നെ പോയാൽ തന്നെ ഭാഗ്യം. എന്നിട്ട് കിടന്ന് ജാതി 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 ജാതി. എനിവേ, ആ കുട്ടി പ്രഗ്നൻ്റ് ആയ സമയത്ത് അത്രയും ഇതൊക്കെ മാനസികമായിട്ടും അല്ലാതെയും ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ശേഷം പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് പോരാടാൻ ധൈര്യപ്പെട്ട് പുള്ളിക്കാരത്തി വിദേശത്ത് പോയപ്പോൾ അവിടെ പോയിട്ട് ഫാമിലിയെ കൊണ്ടുപോകാനുള്ള ധാരണയിലാണ് അവിടെ പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ അവർക്ക് പുള്ളിക്കാരത്തിക്ക് അത് കൊണ്ടുപോകാനുള്ള ഫാമിലി അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉണ്ടല്ലോ, PR പോലത്തെ, അത് പുള്ളിക്കാരത്തിക്ക് റിജക്റ്റ് ആയി. അതിലൂടെ പുള്ളിക്കാരത്തിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത വലിയൊരു സാഹചര്യമായിരുന്നു. പിന്നെ അവിടുത്തെ ഹോട്ടലുകളിലും മറ്റും ബാത്റൂം കഴിയുകയും പ്ലേറ്റ് കഴിയുകയും ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരത്തി അവിടുന്ന് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകാനുള്ള ടിക്കറ്റിൻ്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. നാട്ടിലെത്തിയ ശേഷം വീട്ടുകാരോട്ടൊന്നും പുള്ളിക്കാരത്തി മാരേജ് കഴിഞ്ഞ ശേഷം ലവ് മാരേജ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരോട്ടൊന്നും കോൺടാക്ട് ഒന്നുമില്ല. എനിവേ അവർ കോൺടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നാദിറയുടെ കൂട്ട്. അത് നാദിറ പറയുകയും ചെയ്തു. ബിഗ് ബോസിൽ വന്നപ്പോൾ എല്ലാവരും അറിയപ്പെട്ടു. നാദിറയുടെ ഭാഗം കേൾക്കാനും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സോന അതിന് വരുവാണെങ്കിൽ സോനയ്ക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി നാട്ടിൽ വന്ന് ലൈസൻസ് എടുക്കാൻ നോക്കിയപ്പോൾ നീ ഒരു പെണ്ണല്ലേ, അപ്പോൾ ഹെവി ലൈസൻസ് നിനക്ക് തരത്തില്ല. അങ്ങനെ പുള്ളിക്കാരത്തി എന്തായാലും ഹെവി ലൈസൻസ് എടുത്ത് ടൂറിസ്റ്റൊക്കെ ഓടിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നാദിറെ അവിടെ നിന്ന് ഡയലോഗ് അടിച്ചു, ബിഗ് ബോസിൽ പോയിട്ട് ഇത് നിങ്ങൾക്ക് ഫാമിലി റൗണ്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയൊക്കെ നിങ്ങൾ വരും, അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൊടുക്കും. അപ്പോൾ അതിനർത്ഥം അതിനെ സപ്പോർട്ട് ചെയ്ത് രഞ്ജിനി ആകാശം പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ സോന എന്ന് പറഞ്ഞ വ്യക്തി വേറെ ഒരു കളിയും വന്ന് അവർ പുറത്ത് പോയിട്ടില്ല എങ്കിൽ, ഇൻഫ്ലുവൻസ് ഒന്നും വന്ന് പുറത്ത് പോയിട്ടില്ല എങ്കിൽ അവർ ബിഗ് ബോസിൽ പോകുമെന്ന് അവർ ഇപ്പോഴേ തീരുമാനിച്ച് വെച്ചേക്കാണ്. മനസ്സിലായോ? ഇനി നിന്നുള്ള 16 കണ്ടസ്റ്റൻസിൽ നിന്ന് ഇപ്പോഴേ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് സോനയെന്ന് നമുക്ക് വ്യക്തമായി. അതുകൊണ്ടാണല്ലോ അത്ര വ്യക്തമായിട്ടൊരു ക്ലൂ അവിടെ കൊടുത്തത്. കഴിഞ്ഞ ദിവസം പ്രവീണിൻ്റെ കേസിലും ഇതേ ക്ലൂ തന്നെ കൊടുത്ത് പ്രവീണിനെ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഒരു ലോജിക്കും ഇല്ല. ഇതൊക്കെ പക്കാ സ്ക്രിപ്റ്റഡാണ്, ഒരു സ്ക്രിപ്റ്റഡ് ഷോയാണ്, സ്ക്രിപ്റ്റഡ് ടാസ്ക് ആണെന്നുള്ള കാര്യം വീണ്ടും ഏഷ്യാനെറ്റ് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ളവർ, ഇപ്പോൾ എനിക്ക് വ്യൂസ് കുറവാണെങ്കിലും വ്യൂസ് ഉള്ള ആൾക്കാർ പറയുമ്പോൾ ഇവർ അതിനെ മറികടക്കാൻ വേണ്ടി അടുത്തൊരു ഷോ ലൈൻ കട്ട്, മറ്റേ കട്ട്, ആ കട്ട്, ഈ കട്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുത്തി വെളുപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇവർ എത്ര വെളുപ്പിച്ചാലും ഏഷ്യാനെറ്റ് എല്ലാം ആവത്തില്ല. അടുത്ത ഒന്ന് അമൃതയാണ്. അമൃതയ്ക്ക് കിട്ടിയ ടോപ്പിക്ക് അച്ഛൻ അല്ലെങ്കിൽ ഫാദർ എന്ന ടോപ്പിക്കാണ്. അമൃത ബോൺ ആൻഡ് ബോട്ടപ്പ് തമിഴ്നാടായിരുന്നു, മദ്രാസ് സൈഡ് എവിടെയാണ്. അമൃതയ്ക്ക് 21 വയസ്സിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. അത് ചാറ്റിങ്ങിലൂടെ കിട്ടിയ ഒരുത്തനെയാണ് കല്യാണം കഴിച്ചത്. പുള്ളിക്കാരൻ കന്നഡയായിരുന്നു. അപ്പോൾ അത് കാരണം പുള്ളിക്കാരത്തി വീട്ടിൽ കുറേ കൺവീൻസ് ഒക്കെ ചെയ്ത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചതിന് ശേഷം പുള്ളിക്കാരത്തി ഒത്തിരി കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഫിസിക്കലായിട്ടും അല്ലാതെയും കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പ്രേമിച്ച് ആ സമയത്ത് വീഡിയോ കോളിലൂടെ അല്ലാതെയും കണ്ട ഒരാളല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് അമൃത പറഞ്ഞത്. എൻറ്റയർലി ഡിഫറെൻറ്റ് മീൻസ് ഫിസിക്കൽ അറ്റാക്ക് മുതൽ ഫിസിക്കൽ അബ്യൂസ് മുതൽ ചെയ്യുന്ന ഒരാളായിരുന്നു എന്നാണ്. അപ്പം നമുക്ക് എല്ലാവരെയും അങ്ങനെ വിലയിരുത്താൻ പറ്റത്തില്ല, ഒരു വീഡിയോ കാണുന്ന ഒരാളിനെ വിലയിരുത്താൻ പറ്റത്തില്ല. എന്നിരുന്നാലും അതിനുശേഷം വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഡിസംബർ 12, 2024 പുള്ളിക്കാരത്തി വീട്ടിൽ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അങ്ങനെ അപ്പോൾ അതിന് മുന്നേ തന്നെ പുള്ളിക്കാരത്തി എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരത്തി നിർബന്ധത്തിന് കല്യാണം കഴിച്ചതുകൊണ്ട് പുള്ളിക്കാരത്തി വീട്ടിൽ അച്ഛനെ വിളിച്ചിട്ട് ജോലി വേണം. പക്ഷേ പുള്ളിക്കാരത്തി ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ലോയറിന് പഠിക്കാനുണ്ട്. പക്ഷേ അതോടെ സംബന്ധിച്ച് വേണ്ട വേറെ എന്തെങ്കിലും വേണമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ്റെ കെയർ ഓഫിൽ ഒരു ജോലി തരപ്പെടുത്തി കിട്ടുന്നു. അതിന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് വാടകയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ജീവിച്ചിട്ട് വരുമായിരുന്നു. പിന്നെ എന്നിട്ടും ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അച്ഛനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഡയലോഗ് ഇത്രേ ഉള്ളൂ: മക്കളെ, നീ അതിവേഗം ഒന്നും കാണിക്കരുത്. കാരണം നിനക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ പെണ്ണ് കിട്ടും, ഞങ്ങൾക്ക് ഒരു മോളില്ലാതാവും. അത് കറക്റ്റ് കാര്യമാണ്. അച്ഛനെ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു. അങ്ങനെ വേണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൈവിടാതെ കൂടെ നിർത്തുകയാണ് എല്ലാ പേരൻസും ചെയ്യേണ്ടത്. ചില പേരൻസ് അങ്ങനെ അല്ല. പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ ഊതി പെരുപ്പിച്ച് വലുതാക്കി മക്കൾ വേണ്ട എന്ന നിലപാടിലാണ് ചില പേരൻസ് എത്തുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും പറയാനില്ല. പിന്നെ പുള്ളിക്കാരത്തിയുടെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരത്തിക്ക് അച്ഛന് സുഖമില്ല, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് സ്ട്രോക്ക് വന്നു, പൂനെയിലായിരുന്നു. പൂനെ ആംബുലൻസ് വഴി നാട്ടിൽ കൊണ്ടുവരുന്നത് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം, കരുനാഗപ്പള്ളി എത്തണമെന്ന് പറഞ്ഞൊരു കോൾ വന്നു. ആ കോളിൻ്റെ ഇടയിൽ കൂടെ പുള്ളിക്കാരത്തി ഒരു ഫോർവേഡ് മെസ്സേജ് വന്നു, പുള്ളിക്കാരത്തിൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നുള്ള കാര്യം. എൻ്റെ ഏഷ്യാൻ്റെ ഒരാളൊരു സ്റ്റോറി പറഞ്ഞാൽ അത് നമ്മളെ കൺവിൻസ് ആക്കി നമ്മൾ അതിലോട്ട് കുറച്ച് ഇമോഷണൽ ആയിരിക്കുമ്പോൾ എന്ത് കാര്യത്തിന് ഈ അനാവശ്യ കുറേ പാട്ടും BGM ഇട്ട് കയറ്റുന്നത്? അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഫീലിങ്സ് വരുന്നത് നിങ്ങൾ തോന്നുന്നത്. ഇത് ഏതവനാണ് ഇതിൻ്റെ എഡിറ്റർ? ഒരു ബോധം പൊക്കമുള്ള തരത്തിൽ നിങ്ങൾ എപ്പോഴും BGM കേട്ടുന്നുണ്ട്. BGM കേട്ടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു സംബന്ധവും ഇല്ലാത്ത ഒരു പാട്ടൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ഇനിയും നിങ്ങൾ കൈവിട്ട് കളിച്ചാൽ അവൻ ഇതുപോലത്തെ എൻ്റെ സീനൊക്കെ അവൻ DJ പാട്ടൊക്കെ ഇട്ട് കളയും. ഒരു ടീമാണ് അവൻ. ഇത് പൊട്ടനാടെ, മരപ്പൊട്ടനാടെ. മര വാഴന്ന് വിളിക്കണം. ഈ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, കുന്തും അറിയത്തില്ല. എന്നിട്ട് അവിടെ കയറിയിരിക്കുകയാണ് നിളഞ്ഞിട്ട്. നമ്മളെ വിളിക്കണേ, നമ്മൾ ഇതിനെക്കാട്ട് നല്ല എഡിറ്റ് ചെയ്ത് തരാം. ഇതോടുകൂടി ഈ മാസ്ക് ഓഫ് ടാസ്ക് എന്ന് പറഞ്ഞ ഇതിൻ്റെ പരിസമാപ്തി ആയിരിക്കുകയാണ്. സമാധാനം. ഇനി ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. എന്താ നോക്കാം.
ഇനി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റനീഷ പറയണത്. ഈ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റനീഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പാല് കാച്ചിൽ, അവിടെ ആര് തിളക്കില്ല. ഇവിടെ റനീഷ പറയുന്നു, റനീഷയുടെ ഫേസ് ഇപ്പുറത്ത് സേഫ് സോണിലിരിക്കുന്ന ആൾക്കാരെ കാണിക്കുന്നു. തൊട്ടടുത്ത സീനിൽ കാണിക്കുന്നത് ഈ സേഫ് സോണിലിരിക്കുന്ന 4 പേര്, രാകേഷ്, ലോലിറ്റ, വൈശാഖ്, പ്രണവ്, ഈ 4 പേര് ഔട്ട് ഹൗസിൽ ഇരിക്കുന്നു. ഇത് ഡബിളാ, കുമ്പിടിയാണ് അടി. ഇത് അവരെങ്ങനെ അവിടെ വന്നെന്ന് നമ്മളോട് പറയണ്ടേ? നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇട്ടിട്ട് പോടേ, ചുമ്മാ നമ്മളെന്തിനാ പറ്റിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ നാട്ടുകാരെ മൊത്തം പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ ഔട്ട് ഹൗസിൽ കുറച്ച് പേരുണ്ടെന്ന് പറയുന്നു. അതിൽ ഉള്ള ആൾക്കാരാണ് അഫിയാൻസ, അളകനന്ദ, ശ്യാമ, ലൊലിറ്റ, വൈശാഖ്, രാകേഷ്, പ്രണവ്. ഇത്രയും പേരാണ് ഔട്ട് ഹൗസിൽ വന്നത്. ഈ 4 പേര് സേഫ് സോണിൽ ഇരുന്നവരെ നെക്സ്റ്റ് സീൻ, ഒരു സീൻ കട്ടിലൂടെ ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി ബിഗ് ബോസിന്റെ മാജിക്കാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത്. അതിനുശേഷം ഒരു വലിയ ഡ്രാമ. അഫിയാൻസിന്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ബിഗ് ബോസ് നിൽക്കണമെന്ന് നിങ്ങൾ പറയുന്നു, എന്തൊക്കെയോ ചളവളാന്ന് പറയുന്നു. അത് പറഞ്ഞവിടെ നിർത്തിയല്ല. എന്നിട്ട് ജഡ്ജസിന്, പുതിയ വന്ന ജഡ്ജസിന് കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ടാസ്ക് കണ്ടിട്ട് അത്രയും പേരെ നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഇന്നാരും എവിടെ ടാസ്ക് കടന്നു? നമ്മളെ ടാസ്കുകാർ കാണിച്ചിട്ടില്ല. ഇന്നാകെ നടന്നത് മാസ്ക് ഓഫ് ആണ്. പിന്നെ എവിടെ ടാസ്ക് കടന്നു ഈ പറയുന്നത്? ഇന്നത്തെ ടാസ്ക് കണ്ട് വിലയിരുത്തി ഞങ്ങൾ ഒരാളെ ഇവിടുന്ന് സേവ് ആക്കി, ഒരാളെ സേഫ് സോണിലോട്ടും, സേഫ് സോണിൽ ഇരിക്കുന്ന ഒരാളെ ഔട്ട് ഹൗസിലോട്ടും വിടാൻ പോവാണെന്ന്. അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റും ഇന്നത്തെ ടാസ്ക് കണ്ടിട്ട്? ഇന്നത്തെ ടാസ്കിനകത്ത് ഇന്ന് അവർ സേവ് ആക്കിയാണ്. സെറീന സേവ് ആക്കിയ ആളാണ് നമ്മുടെ അഫിയാൻസ ഇന്ന് ഈ മാസ്ക് ഓഫ് ടാസ്ക് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ അഫിയാൻസ സേവ് ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതങ്ങനെ ഇന്നത്തെ ഒരു ടാസ്ക് കൊണ്ട്, അതിന്റെ പേര് ഇന്നത്തെ ടാസ്ക് കൊണ്ട് നമ്മൾ വിലയിരുത്തും. നമുക്ക് മറ്റുള്ള അറിയത്തില്ല. അറിയാത്തൊരു കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. ഏഷ്യാനെറ്റിന് ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, നാസ പോലും തോറ്റു പോകും പല കാര്യങ്ങളും കണ്ടാൽ. അങ്ങനെ അഫിയാൻസെ സേവ് ആക്കിയിട്ട് നാദിരയുടെ വക അമൃതയെ പിടിച്ചിട്ട് ഔട്ട് ഹൗസിലിട്ട്. അത് വിട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അമൃത ഔട്ടാണെന്ന്. കാരണം അമൃതയ്ക്ക് ഇന്ന് ഒരുപാട് സ്ക്രീൻ സ്പേസ് കൊടുത്ത് കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ശ്രദ്ധിച്ചു. സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടി ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഔട്ടാണ്. അവരുടെ മക്കളായ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇനിയും കുറേ ആൾക്കാർ അതിനകത്ത് മരവാഴകൾ ഇരിപ്പുണ്ട്. ഇപ്പോഴും നമ്മളൊന്നും കാണാത്ത ഫേസ് മിന്നി മറിഞ്ഞു പോകുന്ന ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും പൂജ, ഷിജില, ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്തിനാണ് അവിടെ ഇരുത്തേക്കുന്നത്? നമ്മൾ ഒരു എപ്പിസോഡിൽ 1 മണിക്കൂറുള്ള എപ്പിസോഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്, ആ 1 മണിക്കൂറുള്ള എപ്പിസോഡിൽ 5 മിനിറ്റ് പോലും ഇവരുടെ ഫേസ് കാണുന്നില്ലല്ലോ. കൈയടിക്കുന്ന കാണിക്കാൻ മാത്രമേ ഇവരുടെ ഫേസ് കാണിക്കുന്നുണ്ട്. അതല്ലാതെ വേറൊന്നും നമ്മൾ കാണുന്നില്ല. എന്നിട്ട് അവരൊക്കെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് ഔട്ടാക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇന്ന് ഔട്ടാക്കിയ ആരൊക്കെയാണ്. എന്നിട്ട് അതിന് മുന്നേ ഒരു ടാസ്ക് അക്യുസേഷൻ ബൗൾ എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്. ആ ബൗളിനകത്ത് കുറേ വേർഡ്സ് ഇട്ടിട്ടുണ്ടാവും. ആ വേർഡ്സ് ആർക്കാണ് ആപ്റ്റ് ആവുന്നത് അതിനെക്കുറിച്ച് റീസൺ പറയുക. ആ റീസൺ ഒരു വരി കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അടുത്താൾ. എന്തിനടേ നമ്മളിത് ബാക്കി അവർ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി നമ്മൾ ഊഹിച്ച് പൂരിപ്പിച്ചിട്ടുണ്ടേ. നമുക്ക് അങ്ങനെ ജഡ്ജ്മെന്റിൽ എത്താൻ പറ്റും? പ്രേക്ഷകരെ ഒന്നും ഇവർ വില മതിക്കുന്നതേ ഇല്ല. അവർ കുറച്ച് ആൾക്കാർ കുറച്ച് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടിൽ. ഇത് തന്നെ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിചാരിക്കണം. ആദ്യം വന്നത് പ്രണവാണ്. പ്രണവിന് കിട്ടിയത് കൺഫ്യൂസ്ഡ് എന്നാണ്. പ്രണവ് ചൂസ് ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. വൈശാഖ് പല കാര്യങ്ങളിലും കൺഫ്യൂസ്ഡാണ്. വൈശാഖിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. വൈശാഖ് കൺഫ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരടി. അടുത്ത അളകനന്ദയാണ്. അളകനന്ദയ്ക്ക് കിട്ടിയത് നോട്ട് ഡിസർവ്ഡ് ആണ്. അളകനന്ദ ചൂസ് ചെയ്തത് അമൃതയാണ്. അമൃത ഇവിടെ നിൽക്കാൻ ഒട്ടും ഡിസർവ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അളകനന്ദ. പിന്നെ എല്ലാ കാര്യത്തിലും ഡിസർവ് ആയിട്ടുള്ള ഒരാളാണല്ലോ അളകനന്ദ. എന്ത് കാര്യത്തിലാണ്? അളകനന്ദയ്ക്ക് ആദ്യത്തെ റൗണ്ടിലേ പോകേണ്ട ആൾക്കാരാണ്. അളകനന്ദയ്ക്ക് ഒരു ടാസ്ക് ഇന്നുവരെ ചെയ്തിട്ടില്ല. അടുത്തത് അമൃത വന്നത്. അമൃതയ്ക്ക് കിട്ടിയത് മാനിപ്പുലേറ്റീവ്. അത് അപ്പം തന്നെ അളകനന്ദ അമൃതയ്ക്ക് കൊടുത്തു. അമൃത അത് നേരെ തിരിച്ച് മാനിപ്പുലേറ്റീവ് അളകനന്ദയ്ക്കും കൊടുത്തു. അത് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. കാരണം ഈ അളകനന്ദ എന്ന് പറഞ്ഞ ഈ ലേഡി അവിടെ ഒന്നും ചെയ്തതായിട്ടോ ഒരു ടാസ്കിൽ പോലും മര്യാദയ്ക്ക് കളിക്കുന്നതായിട്ടോ ഒന്ന് സംസാരിക്കുന്നതായിട്ടോ നമ്മൾ കണ്ടില്ല. എന്നിട്ട് എല്ലാ കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നതാണ് നമ്മൾ കണ്ടത്. അന്ന് വെച്ചാൽ അമൃത നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അമൃതയും സൈലന്റ് ആയിരുന്നു. അടുത്ത വൈശാഖാണ് വന്നത്. വൈശാഖിന് കിട്ടിയത് ബോറിങ്. വൈശാഖ് ചൂസ് ചെയ്തത് ശ്യാമിനെയാണ്. ശ്യാമ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്താലും ശ്യാമിൻ്റെ രീതിക്കാണ് പോണേ. അത് ഒറ്റയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതും ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കത്തിച്ചുവിട്ട്. അടുത്ത കിട്ടിയത് ശ്യാമാണ് വന്നത്. ശ്യാമിന് കിട്ടിയത് ഫേക്കാണ്. ഞാൻ വിചാരിച്ചത് നേരെ എടുത്ത് വൈശാഖിനെ മണ്ടയ്ക്ക് ഇടുമെന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടില്ല. നേരെ പ്രണവിന് കൊടുത്ത്. പ്രണവ് ഇവിടെ ഫിലിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് വളരെ ഫേക്കായിട്ട് നിൽക്കുന്ന ഒരു ജനറൽ ഐഡന്റിറ്റി അല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. അടുത്തത് രാകേഷാണ് വന്നത്. രാകേഷിന് കിട്ടിയത് ഇൻവിസിബിൾ രാകേഷ് നൈസായിട്ട് പ്രണവിന് കൊടുത്ത്. പ്രണവിനെ എങ്ങും കാണാനില്ലെന്ന് പറഞ്ഞിട്ടാണ് രാകേഷ് തട്ടിയിട്ടത്. അപ്പോഴത്തേക്ക് അടുത്ത ആളിനെ കാണിച്ചു. അടുത്തത് ലൊലിറ്റയാണ് വന്നത്. ലൊലിറ്റയ്ക്ക് കിട്ടിയത് അറ്റൻഷൻ സീക്കർ എന്നാണ്. അത് നേരെ അമൃതനെ മണ്ടയ്ക്ക് ഇട്ടു. ലൊലിറ്റയാണ് ഏറ്റവും അവസാനം വന്നത്. ലൊലിറ്റയ്ക്ക് വേണമെങ്കിൽ അത് രാകേഷിനിട്ട് കൊടുക്കാമായിരുന്നു. കാരണം രാകേഷ് ഒരു അറ്റൻഷൻ സീക്കർ തന്നെയായിരുന്നു. അവരിത് മെയിനായിട്ടും ഒരാളെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഇവിടെ തന്നെ കളിക്കുമ്പോൾ അവർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇൻഫർമേഷൻ കിട്ടുമല്ലോടെ. എന്തൊക്കെ പറഞ്ഞാലും ഇൻഫർമേഷൻ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും ന്യൂസ് ലീക്ക് ആവും. ഒരു ക്യാമറാമാനെങ്കിലും പറഞ്ഞു കൊടുക്കും സാധനം. ആരും പറയാതിരിക്കുന്നില്ലല്ലോ. ഇത് ഇങ്ങനെ പ്യൂറൊന്നുമല്ല. അത്രയ്ക്ക് പ്യൂറാണെങ്കിൽ ഇവിടെ മിന്നാമിനിയും കത്തിച്ചിരിക്കുന്ന പലർക്കും വീക്കെൻഡ് നടക്കുന്ന എപ്പിസോഡ് വെള്ളിയാഴ്ച ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീക്രട്ടൊന്നും അല്ല ഈ സാധനം. മനസ്സിലായി? അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ പുറത്ത് വിടുന്നുണ്ട്.
അങ്ങനെ അവർ അമൃതനെ ടാർഗറ്റ് ചെയ്ത് വെക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ലോലിറ്റ അത് രാകേഷാണ് കൊടുക്കണമായിരുന്നു. രാകേഷായിരുന്നു ആ ഒരു സ്റ്റേജിൽ അറ്റൻഷൻ സീക്കർ. അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. ടാസ്ക് കഴിച്ചപ്പോൾ 2 പേർക്ക് ഒന്നുമില്ലാത്ത, ആരും ബ്ലെയിം ചെയ്യാത്ത 2 പേരുണ്ട്. അത് രാകേഷും ലൊലിറ്റയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അവിടുന്ന് മാറ്റിയില്ല. അവരും വീണ്ടും എലിമിനേഷൻ റൗണ്ടിലോട്ട് കിടക്കുകയാണ്. ഇൻ കേസ് ലൊലിറ്റ രാകേഷിനെ ബ്ലെയിം ചെയ്തിട്ടായിരുന്നെങ്കിൽ ലൊലിറ്റ എലോണായിട്ട് ഇത് ആരും ബ്ലെയിം ചെയ്ത ഒരാളെ മാറിയാനായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് സേഫ് സോണിലോട്ട് പോകുമായിരുന്നു. പക്ഷെ എൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ലൊലിറ്റയ്ക്ക് ഗ്യാരണ്ടീഡ് പേഴ്സണാണ്. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും അവന്മാർ പിടിച്ചിടും. അതിന് പല റീസൺസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പല ആരോപണങ്ങളും മുൻ സീസണുകളിൽ വന്നിട്ടുള്ളത് ഈ അണിയറ പ്രവർത്തകർ മറന്നു പോയിരുന്നു. പലരും ഇനിയും ഇപ്പോൾ നോക്കിയോ പലതും കുത്തിപ്പോയിക്കൊണ്ട് വരും. അടുത്തത് എലിമിനേഷൻ പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ കുറേ എല്ലാവരുടെയും പേര് എഴുതിയ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിനുള്ളിൽ അവർ ജഡ്ജസ് പറയുമ്പോൾ കൈ ഇടണം. കൈ ഇട്ടിട്ട് പുറത്തെടുക്കുമ്പോൾ ഗ്രീൻ കളർ ആണെങ്കിൽ സേവ്, റെഡ് കളർ ആണെങ്കിൽ എലിമിനേറ്റ് ആയതാണ്. ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇവർ പേര് വിളിച്ച് നിർത്തി സംസാരിപ്പിക്കുന്ന ആളെല്ലാം എലിമിനേറ്റ് ആയിട്ടുണ്ട്. പേര് വിളിച്ച് കൈയിടാൻ പറഞ്ഞ് ഓക്കെ പൊക്കാൻ പറയുന്ന ആൾക്കാരെല്ലാം സേവ് ആയിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻ ഇനിയർ കിട്ടുന്നുണ്ട്. പിന്നെ ജഡ്ജസ് എന്ന് പറഞ്ഞിരിക്കുന്ന മരവാഴകളെന്ന് പറയത്തുള്ളൂ, ഞാൻ മൊണ്ണാളെന്ന് പറയത്തുള്ളൂ. 3 എണ്ണം മൊണ്ണകളാണ്. റിയാസ് വല്ലപ്പോഴും രഞ്ജിനി സണിച്ചിട്ട് ഓവറാക്കി ചളമാക്കി അവിടെ കിടന്ന് വേളം വെക്കുന്നത്. എന്ത് കാര്യത്തിന് വേളം വെക്കുന്ന പുള്ളിക്കാർത്തിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു അവിടെ ക്ലാസ് കളിക്കുന്ന ആൾക്കാർ അവിടെ കളിക്കുന്ന, അവരെ കളിപ്പിക്കുന്ന സമയത്ത് പുള്ളിക്കാർത്തി കിടന്ന് വേളം വെക്കുകയാണ്. എന്നിട്ട് അഖിൽമാരൻ ഡയലോഗ് ഞങ്ങളെല്ലാവരെയും പെർഫെക്റ്റ് ആക്കി വിടുന്നത്. എന്തുകൂടെ 10ാം ക്ലാസിൻ്റെ എക്സാം എഴുതാൻ പോകണം. അതിനകത്തോട്ട് അവിടെ പെർഫെക്റ്റ് ആക്കി വിടാൻ നീയൊക്കെ പെർഫെക്റ്റ് ആക്കി അങ്ങോട്ട് ഞാൻ അവിടെ പെർഫെക്റ്റ് ആയിട്ട് പെരുമാറുന്ന അവിടെ പോകുന്ന അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചാണ് പെരുമാറേണ്ടത്. പിന്നെ എന്ത് പെർഫെക്റ്റ് ആക്കി വിടുന്നത്? ഇയാൾ അവിടെ പോയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചെയ്തത്. ഒരു ഡിസൈനോടില്ല, ശോഭയോടുള്ള വെറുപ്പുകൊണ്ട് മാത്രമാണ് അഖിൽമാരെ ജയിച്ചത്. അല്ലാതെ വേറെ ഒരു കളിയും കളിച്ചിട്ടില്ല ജയിച്ചത്. പിന്നെ കുറച്ച് PR വർക്ക് ചെയ്തിട്ടുണ്ട്. ശോഭ എന്നൊരു വ്യക്തിയോട് ആൾക്കാർക്ക് വെറുപ്പ് തോന്നിയതുകൊണ്ട് മാത്രമാണ് അഖിൽ മലർ വിൻ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിലും അഖിൽ മലറിന് വിൻ ചെയ്യാൻ ഒരു ക്വാളിറ്റി ഇല്ല. പിന്നെ ചെറിയ ചെറിയ മൈൻഡ് ഗെയിംസ് വരുമ്പോൾ ആൻസർ പറയുന്നുണ്ട്. അതല്ലാതെ ഒന്നുമില്ല അഖിൽ മലറോട്. സീസണും കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് വെളുപ്പിൽ നടത്തി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല. നമ്മൾ ഈ സമയം കണ്ടെത്തി ഈ എല്ലാ സീസണും ഇരുന്ന് കണ്ടിട്ട് എല്ലാ എപ്പിസോഡും എല്ലാ വീക്കെൻഡ് എപ്പിസോഡും BB+ മാങ്ങാത്തൊലി എല്ലാം കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളെ പൊട്ടന്മാരാക്കാൻ നോക്കരുത്. നിങ്ങൾ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയണത്. നിങ്ങൾ കാണിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, നടന്നിട്ടുണ്ടാവും, ഇനി നടക്കാൻ പോകുന്നുണ്ടാവും. അങ്ങനെ ആദ്യം വൈശാഖനെ വിളിക്കുന്നു. വൈശാഖനെ കുറച്ച് സംസാരിച്ച് 5 മിനിറ്റ് സംസാരിച്ച് വൈശാഖനെ എലിമിനേറ്റ് ആക്കി വിടുന്നു. വൈശാഖ് എലിമിനേറ്റ് ആവേണ്ട ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ എലിമിനേറ്റ് ആവേണ്ടി വരുമായിരിക്കും. പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ വൈശാഖ് എലിമിനേറ്റ് ആവേണ്ട ഒരു വ്യക്തി അല്ലായിരുന്നു. പക്ഷേ അവർ എലിമിനേറ്റ് ആക്കി അഫിയാൻസെ സേവ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം. രാകേഷ് സേഫാണ്. അത് സേഫാണ് നമുക്കറിയാം. പ്രണവിനെ പിടിച്ച് എലിമിനേറ്റ് ആക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ലോലിറ്റിനെ സേവ് ആക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, ലോലിറ്റ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കുറച്ച് ചിരിച്ച് കാണിക്കുന്നുണ്ട്. സബീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ടല്ലോ, മറ്റേ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് റിയാസ് പേര് കൊടുത്ത് അവരൊക്കെ എന്താണ് ഔട്ട് ഹൗസ് വരാത്തത്? അവർ ഔട്ട് ഹൗസ് എന്നാൽ അപ്പം തന്നെ ഒരു ട്രിക്ക് എടുത്ത് ഞങ്ങൾ സേവ് ആക്കുന്നു പറഞ്ഞിട്ട് പിടിച്ചെടുത്ത് സേഫ് സോണിൽ ഇടുമല്ലോ. അവരൊക്കെ എന്തോ ചെയ്യുന്നത്? ആ കുട്ടി ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണാനേ ഇല്ലായിരുന്നു. കുറച്ച് കൈ അടിക്കാൻ സമയമാകുമ്പോൾ മാത്രം മിന്നി പറഞ്ഞ് കൈ അടിക്കുന്ന ആ കൂട്ടം കാണിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഇരിപ്പുണ്ട്. അല്ലാതെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് അമൃതയും ശ്യാമുമാണ്. അമൃതനെ എലിമിനേറ്റ് ആക്കി വിട്ട് അമൃതയ്ക്ക് സംസാരിക്കുന്ന പ്രശ്നം. അപ്പോൾ അമൃത പറഞ്ഞാൽ പോട്ടപ്പോൾ തമിഴ്നാട് അതാ പ്രശ്നം. എന്നിട്ട് അവിടെ കിടന്ന് വെളുപ്പിൽ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ആ കുട്ടി സംസാരിക്കാൻ വരുമ്പോൾ തമിഴിലാണ് വരുന്നത്. അതുകൊണ്ട് അതിനൊരു പേടി ഉണ്ടാവും. അപ്പം അത് കുറച്ചുകൂടെ എല്ലാവരോടും ഇന്ററാക്ട് ചെയ്ത് ഒരു ഫ്ലെക്സിബിൾ ആയതിനു ശേഷം മാത്രമേ അത് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു വരത്തുള്ളൂ. അതുപോലും മനസ്സിലാക്കാത്തൊന്നുമല്ല. അവർ ആൾക്കാരെ കേട്ടല്ലോ, അത്രേ ഉള്ളൂ. ഞാൻ ഇത്രയും നേരം കൊണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് ഷാമിനെ സേവ് ചെയ്തവർ കേട്ടാ. എന്ത് കാര്യത്തിനാണ് ഷാമിനെ സേവ് ചെയ്ത്? ഷാമിനെ എലിമിനേറ്റ് ആക്കി വിടേണ്ട ഒരാളല്ലേ? കൂടെ അളകനന്ദയെ എലിമിനേറ്റ് ആക്കി. ഷാമിനെ അളകനന്ദയും വെച്ചിട്ടാണ് ലാസ്റ്റ് പോയിന്റ് വന്നത്. അതിൽ അളകനന്ദയെ എലിമിനേറ്റ് ആക്കി ഷാമിനെ സേവ് ആക്കി. എന്ത് കാര്യത്തിന് എങ്ങനെ ചെയ്ത്? അവരുടെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ലൊലീറ്റ, രാകേഷ്, മറ്റേ സബീന മറ്റേ ബ്ലാക്ക് ബ്യൂട്ടി അറിയപ്പെടുന്ന കുട്ടി, ഈ അഫിയാൻസ, അങ്ങനെ കുറച്ച് ആൾക്കാർ ഏഷ്യാനെറ്റ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ മൈജിയുടെ റെക്കമെൻഡേഷനിലേക്ക് ഇരിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി? ഇവരെല്ലാം എനിക്ക് 100% ഉറപ്പാണ്. ഈ അഫിയാൻസ് പറഞ്ഞ കുട്ടി മൈജിയുടെ സ്പോൺസർഷിപ്പ് വന്ന കുട്ടിയാണ്. 100% ഉറപ്പാണ്. മൈജിയുടെ ഫുൾ റെക്കമെൻഡേഷനാണ് ആ കുട്ടിയോടെ നിൽക്കുന്നത്. അല്ലാതെ ഒരു ടാലൻറ്റോടെ അവിടെ നിൽക്കുന്നത്. ഇതുപോലെ ഒരു ടാലൻറ്റ് കാണിച്ചിട്ടില്ല. ഇതൊക്കെ അവരുടെ ഒരു ബിസിനസ് തന്ത്രങ്ങളായിരിക്കാം. എന്തുമായിരിക്കും? കാശ് മേടിച്ചിട്ടാണോ അതോ വേറെ എന്തെങ്കിലും മേടിച്ചിട്ടോ അല്ലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണോ നമുക്കറിയത്തില്ലേ. ഇന്ന് എലിമിനേറ്റൊക്കെ 4 പേരാണ്. വൈശാഖ്, പ്രണവ്, അമൃത, അളകനന്ദ. ഈ 4 പേര് എലിമിനേറ്റായി. ശേഷം 12 പേരാണ്. ഇനി മുതൽ ഈ ഒരു പ്രകസനം ഇല്ല എന്നവർ പറയണേ. ഇനി എല്ലാം എടുത്ത് പ്രേക്ഷകരുടെ മണ്ടക്കോട് ഇട്ട് തരുവാണ്. നിങ്ങൾ വോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് നിങ്ങൾ വിജയിപ്പിക്കണം. നമ്മളിവിടെ കുത്തിയിരുന്ന് കുറേ പൊട്ടന്മാർ, ഞാൻ പറഞ്ഞ ആരും വോട്ട് ചെയ്യരുത്. നിങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് കൈവട്ടത്തെ വിന്നറെ ചൂസ് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്തിട്ടാണെങ്കിൽ ജനുവനായിട്ട് വോട്ടിങ് നോക്കുന്നുണ്ടെങ്കിൽ അനീഷിന് കൈവട്ടം കപ്പ് കിട്ടിപ്പോയായിരുന്നല്ലോ. അനീഷ് എന്ത് ചെയ്തൊന്നുമില്ല, അനീഷിന് കപ്പ് കിട്ടിപ്പോയായിരുന്നല്ലോ. കാരണം ആൾക്കാർ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അനുമോൾ അങ്ങനെ കപ്പ് കൊടുത്തത് ഒരു കാര്യവും ചെയ്യാതെ, ഒരു ടാസ്ക് പോലും കംപ്ലീറ്റ് ആക്കാതെ, ഒരു സിംഗിൾ ടാസ്ക് പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അനുമോൾ എങ്ങനെയാണ് ബിഗ് ബോസ് വിന്നറാവുന്നത്? ഒരു ടാസ്ക് ഒന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത അനുമോൾ എങ്ങനെയാണ് വിന്നറാവുന്നത്? കരച്ചിലോട്ട് മാത്രമോ? അത് ഒരു പാവ ഇട്ടിട്ട് മാത്രമോ?
അങ്ങനെ വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രകസനം എടുത്ത് നമ്മുടെ മണ്ട കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. നമ്മളെല്ലാവരും കുത്തിയിരുന്ന ഓരോരുത്തർക്ക് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ആ വോട്ട് ചെയ്യുന്ന കൂടുതൽ വരുന്ന ആൾക്കാരെ അവർ പതുക്കെ എലിമിനേറ്റ് ആക്കി വിടും. വോട്ടിംഗ് കുറവ് പറഞ്ഞിട്ട് വോട്ടിംഗ് കുറവുള്ള ആൾക്കാരെ പിടിച്ച് അകത്തും കയറ്റി വിടും. അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അവരുടെ ആൾക്കാരെല്ലാം അകത്തും നിങ്ങൾ വോട്ട് ചെയ്ത്, ഞാൻ വോട്ട് ചെയ്തില്ല, തല്ലിക്കൊന്നും നമ്മൾ വോട്ട് ചെയ്തില്ല അവർക്ക്. കാരണം ഞാൻ വോട്ട് ചെയ്ത സമയം ഉണ്ടായിരുന്നു. നമ്മൾ വോട്ട് ചെയ്തിട്ട് അത്രയ്ക്ക് പ്രതീക്ഷ നിന്ന സമയത്ത് കുറേ PR എന്ന് പറഞ്ഞ കുറേ മണ്ണകൾ കുറേ കാശും മേടിച്ചിട്ട് എന്ത് കാര്യത്തിന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം തിരിക്കുന്നത്? ജെനുവിനായിട്ട് കളിക്കാൻ വയ്യെങ്കിൽ ഇവർ എപ്പോഴും ജെനുവിൻ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ജെനുവിനായിട്ട് അവർക്ക് വോട്ടിംഗ് എടുക്കാൻ വയ്യെങ്കിൽ ഇവർ ഈ പണിക്ക് നിൽക്കരുത്. അവർ ആഴ്ചയിൽ ഇനി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ. വീക്കിലി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവരെ പിടിച്ചെടുത്ത് കളയുക. വോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രകാശം നമ്മളെ കാണിക്കരുത്. ഞാൻ വോട്ട് ചെയ്തില്ല, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു, റീചാർജ് ചെയ്ത സമയങ്ങൾ വരെ ഉണ്ടായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് മുതൽ. അന്നൊന്നും ജിയോ ഹോട്ട്സ്റ്റാർ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഏഷ്യാനെറ്റ് പ്ലസിലല്ലേ കേട്ട് കാണിച്ചിട്ടിരുന്നത്. എനിവേ, അങ്ങനെ ഇന്ന് വീക്കെൻഡ് വാർ എപ്പിസോഡ് എന്ന് പറഞ്ഞ ഒരു തേഞ്ഞ എപ്പിസോഡ് 2 അങ്ങനെ ഇന്ന് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.